So, ഇപ്പോൾ ആൻഡ്രോയിഡിൽ ഹാക്കിംഗ് പഠിക്കുന്നതിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഹാക്കിങ്ങിന് മെയിനായിട്ട് ആവശ്യമുള്ള ഒരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പോകുന്നത്. സോ അപ്പോൾ ടൂളിൻ്റെ പേര് മെറ്റാസ്പ്ലോയിറ്റ് എന്നാണ്. സോ അപ്പോൾ ഹാക്കിങ്ങിന് മെറ്റാസ്പ്ലോയിറ്റ് എന്നുള്ള ടൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇപ്പോൾ മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് PKG ഇൻസ്റ്റാൾ മെറ്റാസ്പ്ലോയിറ്റ് എന്ന് അടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആയി വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പറ്റത്തില്ല. ഇതിനിപ്പോൾ ഒരു ചെറിയൊരു വഴിയുണ്ട്, അങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് wget എന്നുള്ളൊരു പാക്കേജ് ആവശ്യമുണ്ട്. സോ അപ്പോൾ ആദ്യം wget ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാണ്. സോ അപ്പോൾ ഇത് ഒരു സീരീസ് ആയിട്ട് പോകുന്ന ഒരു ക്ലാസ് ആണ്. സോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഓരോ വീഡിയോസും കാണാം. അതായത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കാണും. ഇതിപ്പോൾ പാർട്ട് 3 വീഡിയോ ആണ്. ആൻഡ്രോയിഡ് എത്തിക്കൽ ലാംഗ്വേജ് പഠിക്കുന്നതിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. സോ അപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ അടിക്കുന്ന കമൻറ്റ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് wget എന്നുള്ള പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് PKG ഇൻസ്റ്റാൾ wget എന്നടിക്കുക. അതിനുശേഷം ഒന്ന് എൻ്റർ കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഓൾറെഡി wget ഇൻസ്റ്റാൾഡ് ആണ്. നിങ്ങളെ അല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ ആവും. ഇനി നമുക്ക് ഞാനിപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്യുകയാണ്. അതിനുശേഷം CD സ്റ്റോറേജിലോട്ടൊന്ന് ചേഞ്ച് ഡയറക്ടറി ആണ്. അതിനുശേഷം LS അടിക്കുകയാണ്. ഞാൻ ഇവിടെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് wget എന്ന് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പേസ് ഇട്ടതിന് ശേഷം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിൽക്കുമ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ ഇവിടെ ക്രോമിൽ വരും. അതിനുശേഷം അതൊന്ന് കോപ്പി ചെയ്യുക. ഇവിടുന്ന് അങ്ങ് കോപ്പി ചെയ്യുക. അതിനുശേഷം അത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക wget. അതിനുശേഷം ആ ലിങ്ക്, അതിനുശേഷം എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലോട്ട് metasploit.sh എന്നുള്ളൊരു ഫയൽ വരും. ഇപ്പോൾ LS അടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും metasploit.sh എന്നുള്ളൊരു ഫയൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് chmod സ്പേസ് +x സ്പേസ് പിന്നെ Metasploit എന്നുള്ളൊരു ഫയൽ പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം എൻ്റർ അടിക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അതിന് പെർമിഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് വർക്ക് ആവത്തില്ല, അതായത് റൺ ആവത്തില്ല. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ക്ലിയർ ചെയ്യാവില്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതിനുശേഷം LS അടിക്കുമ്പോൾ നമുക്ക് Metasploit ഫയലോടെ കിടപ്പുണ്ട്. നമ്മൾ ചെയ്യാനുള്ളത് .metasploit.sh എന്നുള്ളൊരു ഫോൾഡർ പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം എൻ്റർ കൊടുക്കുക. ഇപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് Metasploit എന്നുള്ളൊരു ടൂൾ നമ്മുടെ സിസ്റ്റത്തിലോട്ട് ഡൗൺലോഡ് ആക്കി തരും. സോ അപ്പോൾ അത്ര ഉള്ള ടൂളിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഇച്ചിരി ടൈം എടുക്കുന്ന പ്രോസസ്സാണ്, കാരണം കുറേ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ആവും. എനിക്കിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇൻസ്റ്റാളിങ് കാണിക്കത്തില്ല. നിങ്ങൾക്ക് ഇൻസ്റ്റാൾഡ് അല്ല എന്നുണ്ടെങ്കിൽ കുറേ ഇൻസ്റ്റാളിങ് കാര്യങ്ങളൊക്കെ വരും. അത്യാവശ്യം കുറച്ച് സ്പേസും വേണം ഫോണിൽ, അത്യാവശ്യം കുറച്ച് സ്പേസും വേണം, അതുപോലെ തന്നെ കുറച്ച് നെറ്റും വേണം. സോ അപ്പോൾ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ഡൗൺലോഡ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ അപ്ഡേറ്റും അപ്ഗ്രേഡും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ പാക്കേജസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടായിരിക്കും, നമ്മളൊന്നും ചെയ്യേണ്ടി വരത്തില്ല. സോ അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് MSF കൺസോൾ എന്നടിക്കുക. അതിനുശേഷം ഒന്ന് എൻ്റർ കൊടുക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ് Metasploit ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ചതിന് ശേഷം നമ്മുടെ Metasploit ഓപ്പൺ ആയി വരും. സോ അപ്പോൾ എനിക്ക് ഇൻസ്റ്റാളേഷൻ എന്നെ ഇച്ചിരി അധികം സമയം എടുത്തു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് സമയം കാണിക്കുന്നുണ്ട്. ഇൻസ്റ്റാളേഷന് മുമ്പുള്ള സമയവും അതിന് ശേഷമുള്ള സമയവും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അത്യാവശ്യം കുറച്ച് സമയം എടുത്തിരുന്നു ഇൻസ്റ്റാൾ ആവാൻ. സോ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും സമയം തന്നെ എടുക്കും. നെറ്റ്വർക്കിൻ്റെ സ്പീഡ് നോക്കത്തില്ല, എന്നാലും അധികം സമയം എടുക്കും. ജസ്റ്റ് ഓരോ പാക്കേജസ് ഇൻസ്റ്റാൾ ആയി വരാൻ കുറേ പാക്കേജസ് ഉണ്ട്. സോ അപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ ഇവിടെ Metasploit ഓപ്പൺ ആയിട്ടുണ്ട്. സോ അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ജസ്റ്റ് ഇത് ഇൻസ്റ്റാളേഷൻ്റെ വീഡിയോയിൽ മാത്രമാണ്. സോ അപ്പോൾ ഇനി ഈ Metasploit ഉപയോഗിച്ചുകൊണ്ട് ഹാക്കിങ്ങിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. സോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.